കാക്കുൻ്റെ ഇവിടെ നിൽക്ക്, ഞാൻ ഓരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ കേട്ടോ. ഒരു 1000 റുപ്യ വരും. ഞാനൊരു ഹോസ്പിറ്റൽ കേസ് ചെയ്യുന്നു. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. കാരണം എൻ്റെ ഗൂഗിൾ പേ കടന്ന് ഇങ്ങനെ കറങ്ങണം. ഞാൻ ഈ പമ്പിൻ്റെ അടുത്ത് ATM ഇപ്പം എടുത്തു തരാം പൈസ. ഈ ഉപകാരം കേട്ടോ കൂല. പിന്നെ ഈ 30 റുപ്യ ചെലവാക്കരുത്, ഇത് കജ്ജിൽ തന്നെ വെച്ചോണ്ട് കേട്ടോ. നാളെയും കാണാൻ ഈ 30 റുപ്യ. കാക്കു ഒരു 1000 റുപ്യ ഉണ്ടാവും. എന്തിനാ? ഒരു ആസ്പത്രി കേസ് ഉണ്ടായിരുന്നു. ഞാൻ ഗൂഗിൾ പേ വർക്ക് ആവണില്ലേ, കടന്ന് ഇങ്ങനെ കറങ്ങാണ്. ഞാൻ ഇവിടുത്തെ ഈ പമ്പിന്റെ അവിടെ എടുത്തുതരാം. പമ്പിന്റെ അടുത്തൊരു ATM ഉണ്ടല്ലോ, അവിടെ നിന്ന് എടുത്തുതരാം. അല്ലാത്തൊരു ഉപകാരം. ശരി, അപ്പൊ ചെയ്തുതരാം കേട്ടോ. ഒന്നത്തെ കലശം കുറച്ച് കമ്മിയാണല്ലോ. നാട്ടുകാരെ പറ്റിച്ചല്ലേടാ. എന്തേ? പിന്നെ ഞങ്ങൾക്ക് നാട്ടുകാരെ പറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്തേ? എന്നാലും നമ്മള് പറഞ്ഞില്ലേ മറ്റേ റബ്ബറും വളപ്പും തെങ്ങും തോട്ടൊക്കെ ഉള്ള ടീം ഐറ്റകള് പെണ്ണാണ് ചെന്നോളാൻ പറഞ്ഞു. സത്യം പറ, റബ്ബറും തെങ്ങുളപ്പൊക്കെ ഏക്കറ കണക്കില് ഭൂമിയിലെ സത്യം. പക്ഷെ വലിയ മെച്ചൊന്നുമില്ല. എന്നാലും പോയൊക്കെ റബ്ബറും തോട്ടം തെങ്ങുളപ്പൊക്കെ ഉള്ള ജുന്റെ സറാവില്ലേ പോര് ജോല വളപ്പുകളല്ലേ കണ്ടിട്ടുള്ളൂ. കാറൊക്കെ കവറിട്ട് മൂടിയേക്കാണ്. റൂമില് ചുറ്റോറ് AC ആണ്. മുതല് ഡ്രൈവർ ഈ കാറിന്റെ. അതിന്റെ ഉള്ളൊരു ദുനിയാവുണ്ട്, ഇതൊന്നല്ല. പെണ്ണിന്റെ വാപ്പറ്റാണ് അവിടെ. മനസ്സിലായില്ല. ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയെ കാണാൻ വരാതെ. ഇരിക്കി. അല്ല, ഇതിലിപ്പോ ആരാ ചെറുക്കാം? ചെറുക്കതാ ബനാണേ. അല്ല, ഇപ്പൊ എന്താ ജോലി? ഓന് വള്ളത്തിലാണ്. അല്ല, കപ്പലില്. ഷിപ്പില്. ഇതാരായി വരില്ലേ? എന്റെ കുട്ടികളാണത്. അജോ പണി പാളി. ഓരോ രണ്ടാളും ഞാൻ പറ്റിച്ചു. ഇവരെന്താ ഇവിടെ? ഞമ്മളെ കുട്ടികളെ കാണാമെന്നാണ്. ഈ ഇന്നലെ ഞങ്ങളോട് ATM പോയി പൈസ എടുത്തോണ്ടാന്ന് പറഞ്ഞല്ലോ. ATM പോയിട്ട് പൈസ എടുത്തു കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ? അത് ഞാനല്ല കാക്കു. പിന്നെ ആരാ പറഞ്ഞേക്കണ? അല്ല കാക്കു, ഞാൻ പറഞ്ഞിട്ടില്ലേ. മക്കളോട് തല്ലരുതെന്ന് പറയാം. അപ്പൊ ഓരോട് ഇനി വൈകണ്ട, വരും, എല്ലാരും കാത്തിരിക്കും. വരും. പോകല്ലേ.